തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയമാണ് കോൺഗ്രസ് നേടിയത്. പക്ഷേ ആ ജയത്തിന്റെ തിളക്കം മുഴുവൻ കെടുത്തുന്ന പ്രതികരണമാണ് ഇന്ന് തൃശൂരിൽ നിന്ന് കേരളം കേട്ടത്. തൃശൂരിൽ ആകെയുള്ള 56 സീറ്റിൽ 33 സീറ്റ് നേടിയാണ് UDF അധികാരത്തിലേറിയത്. അവിടെയാണ് മേയർ സ്ഥാനാർത്ഥി പെയ്ഡ് സീറ്റാണെന്ന ആരോപണം കേട്ടത്. എന്നോട് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്നറിയാലോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സർ എൻ്റെ കയ്യിൽ പണമില്ല. നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ പണം നൽകി എന്നുള്ള ഒരു ആരോപണങ്ങൾ മാത്രമാണ്. പുറത്തുള്ള ആളുകൾ പറയുന്നു ഭാര്യയും ഭർത്താവും മറ്റ് 2-3 പേരെ കൂട്ടി കാറിൽ പെട്ടിയുമായി പോകുന്നത് കണ്ടു, സൂക്ഷിക്കണം, പല സ്ഥലങ്ങളിലും എത്തി എന്നുള്ളത് പറയപ്പെടുന്നു. ലാലി, ഇതിൽ ചതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മളിപ്പോൾ ഈ കേട്ട ഈ ആരോപണം അത് ഉന്നയിച്ചത് മറ്റാരുമല്ല, എതിർ പാർട്ടിയൊന്നുമല്ല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് 4 തവണ കോൺഗ്രസ് സീറ്റിൽ ജയിച്ച കൗൺസിലറായ ലാലി ജെയിംസ് ആണ്. ആരോപണം തൃശൂർ മേയറായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിജി ജസ്റ്റിൻ നിഷേധിക്കുകയാണ്. ഇത്തരം വാർത്തകൾക്ക് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് ഇപ്പം എൻ്റെ മുൻപിലുള്ളത് മേയർ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞ, ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരോട് DCC നേതൃത്വം, KPCC നേതൃത്വം, അതിന് മുകളിലുള്ള ലീഡർഷിപ്പ്, അവരോടാണ് ചോദിക്കുന്നത്. പുതിയ മേയർ മാത്രമല്ല, ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് DCC അധ്യക്ഷനും ജില്ലാ നേതൃത്വവും. എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് പരിശോധിക്കും. ഉചിതമായ കാര്യങ്ങൾ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചിട്ട് ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേനും മേടിച്ചൂടെ? അപ്പം അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. അപ്പോൾ പാർട്ടിയുടെ മാനദണ്ഡം അവർ പറയുന്നു, അവർ പാവപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഞങ്ങളുടെ മാനദണ്ഡം. പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ്. അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് KPCCയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മിന്നുന്ന ജയമാണ് തദ്ദേശത്തിൽ കോൺഗ്രസ് നേടിയത്. ഇതെല്ലാം അടിക്കാൻ വടി കൊടുക്കുന്നതിന് സമമാണ്. തൃശൂരിൽ പണവും, കൊച്ചിയിൽ സഭയും, പാലായിൽ പുളിക്കക്കണ്ടും കുടുംബവുമാണോ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്?